വെൽക്കം ടു വെരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആശിഷ്. അപ്പോൾ ഇന്ന് നമ്മൾ റീസണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്സ് ആയിട്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഇന്ന് രണ്ട് ടൈപ്പാണ് മെയിൻലി നമുക്ക് SSCക്ക് വരുന്ന രണ്ട് മെയിൻ ടൈപ്പാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും. അപ്പോൾ അതിൻ്റെ നമ്മൾ പ്രീവിയസ് ഇയർ ഇപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്സ് വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് ബേസിക്സ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എന്താണ് നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ ലീനിയറാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയറിനകത്ത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫേസിങ് നോർത്തും ഫേസിങ് സൗത്തും ആണ് നമുക്ക് കൂടുതലും വരുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ നോർത്ത് ഫേസിംഗ് ആണെങ്കിൽ എന്താ കൺസെപ്റ്റ്? ഇപ്പോൾ സേ ഞാൻ ഇവിടെ ഒരു 5 പേരുണ്ടെന്ന് വെച്ചു, എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ്. ഇപ്പോൾ നമുക്കറിയാം നോർത്ത് ഫേസിംഗ് ആകുമ്പോൾ റൈറ്റും ലെഫ്റ്റും എങ്ങോട്ടാ അറിയാമല്ലോ. നോർത്ത് ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് റൈറ്റ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ലെഫ്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ലെഫ്റ്റ് വരും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസിനകത്ത് എക്സ്ട്രീം റൈറ്റ് ലെഫ്റ്റും പറയാം. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ എവിടെയാണ്? ഇതാണ് നമ്മുടെ എക്സ്ട്രീം റൈറ്റ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അങ്ങോട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ എന്ത്? എക്സ്ട്രീം ലെഫ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ സൗത്ത് ഫേസിംഗ് ആണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും പോയിന്റ് വരുന്നത്? സൗത്ത് ഫേസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെ വരും? ഡയറക്ഷൻ വൈസ് ചേഞ്ച് വരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബേസിക് ഡയഗ്രാം വരയ്ക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ സൗത്ത് ഫേസിംഗ് ആകുമ്പോൾ എങ്ങനെയാണ്? ലെഫ്റ്റ് ആണ് ഇങ്ങോട്ട് അല്ലേ. ലെഫ്റ്റ് ഈ ഡയറക്ഷനിലോട്ടും റൈറ്റ് എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. റൈറ്റ് ഇങ്ങോട്ടുമായിരിക്കും കേട്ടോ. റൈറ്റ് ഇങ്ങോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീം ലെഫ്റ്റ് അപ്പോൾ ഈ പോയിന്റിലായിരിക്കും, എക്സ്ട്രീം റൈറ്റ് എവിടെയായിരിക്കും? ഈ പോയിന്റിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഇൻ ദ സെൻസ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ സൗത്ത് ആണെങ്കിലും നോർത്ത് ആണെങ്കിലും മെയിൻലി ഓർത്തിരിക്കുക റൈറ്റും ലെഫ്റ്റും മാറും. സോ നമ്മൾ അതിൻ്റെ അക്കോർഡിംഗ് വേണം സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ചെറിയ പോയിന്റ് കൂടി പറയാം, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇപ്പോൾ സേ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുവാണ്. ഇപ്പോൾ സേ ബി ഇവിടെയാണെന്ന് വെച്ചു, ബി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തേക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് സേ ഞാൻ റഫ്ലി പറയുവാണ്, എ സിറ്റ്സ് ഓക്കെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറയുകയെന്ന് വെച്ചു. ദാറ്റ് മീൻസ് എ സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. സോ ബിയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് എ ഇരിക്കുന്നത്. ഇപ്പോൾ സേ ഞാൻ ഇവിടെയാണ് ബീനെ പ്ലേസ് ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ ബിയുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ബിയുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഇത്, സെക്കൻഡ് ലെഫ്റ്റ് എവിടെയാണ്? ഈ പൊസിഷൻ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ ഇടയ്ക്ക് എത്ര പേരേ ഉള്ളൂ? ഒരാൾ കേട്ടോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തോണം. ഇപ്പോൾ തേർഡ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം എത്ര അവരുടെ ആ രണ്ട് എലമെന്റ്സിന്റെ അല്ലെങ്കിൽ പേഴ്സൺസിന്റെ ഇടയ്ക്ക് എത്ര പേരായിരിക്കും? തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേര് കേട്ടോ. അപ്പോൾ അതും ഇൻ ദ സെൻസ് നമുക്കൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബേസിക്സ് കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങ് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് കണ്ടീഷൻസ് വായിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ 7 people ആണുള്ളത്. UMKG BRD. So they are sitting in a linear row facing south. Okay, അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്? സൗത്ത് ഫേസിംഗ് ആണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? 7 പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേസിക് ഡയഗ്രാം നമുക്കൊന്ന് വരച്ചേക്കാം. അപ്പോൾ 1 2 3 4 5 6 7. ഓക്കെ, 7 പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബേസിക് ഡയഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കി, ഓൺലി 2 people സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഓക്കെ, സോ ബിയുടെ ലെഫ്റ്റിൽ എത്ര പേര് ഉണ്ടെന്നാണ് പറയുന്നത്? 2 പേരേ ഉള്ളൂ. സോ ബിയുടെ ലെഫ്റ്റ് നമുക്കറിയാം, സൗത്ത് ഫേസിംഗ് ആകുമ്പോൾ ലെഫ്റ്റ് എങ്ങോട്ടാ? ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ലെഫ്റ്റ് അല്ലേ. ഇങ്ങോട്ടാണ് നമ്മുടെ ലെഫ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ പോയിന്റ് പറയുന്നത് എന്താണ്? ഓൺലി 2 people സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. സോ ബിയുടെ ലെഫ്റ്റ് 2 പേരേ ഉള്ളെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ബീനെ അപ്പോൾ ഒബ്വിയസ്ലി എവിടെ ഇരുത്തണം? ഇവിടെ ഇരുത്തണം. അങ്ങനെ ലെഫ്റ്റ് ഇങ്ങോട്ട്. അപ്പോൾ നോക്കി ഇവിടെ ഇപ്പോൾ ബിയുടെ ലെഫ്റ്റിൽ എത്ര പേരേ ഉള്ളൂ? 2 പേരേ ഉള്ളൂ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കി, എം സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജി. ഓക്കെ, എം ഇരിക്കുന്നത് ജിയുടെ തേർഡ് റൈറ്റ്. ഓക്കെ, അതിപ്പോഴേ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ എം സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജി. ഇപ്പോൾ സേ ജിയുടെ റൈറ്റ് ഇങ്ങോട്ടാണെങ്കിൽ തേർഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇടയ്ക്ക് എത്ര പേരാ? 2 പേരേ ഉള്ളൂ. അപ്പോൾ ജിയുടെ റൈറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ജിയുടെ തേർഡ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? എം ഇരിക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കി, യു ഇസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം ആൻഡ് ബി. ഓക്കെ, ഇപ്പോൾ യു ആരാണ്? എമ്മിൻ്റെയും ബിയുടെയും എന്താണ്? ഇമ്മീഡിയറ്റ് നെയ്ബർ. ദാറ്റ് മീൻസ് ഇവരുടെ ഇടയ്ക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം എമ്മും ബി ഞാൻ ഈ ആരോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പൊസിഷൻസ് മാറാമല്ലോ കേട്ടോ. ആ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അടുത്ത പോയിന്റ് എന്താ? ഡി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ. ഓക്കെ, ഡി എവിടെ ഇരിക്കുന്നത്? അതും കൂടി നോട്ട് ചെയ്യാം. ഡി ഇരിക്കുന്നത് കെയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. കെയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണെന്ന് വെച്ചോ. അപ്പോൾ ഡിയും കെയും ഇങ്ങനെ ആയിരിക്കും പ്ലേസ് ആവും കേട്ടോ.
ഇപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഡി ആൻഡ് ജിയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. കാരണം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ എന്താണത് ഈസിലി ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ബീനെ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി ബിയുടെ റെസ്പെക്റ്റിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഏതാ യു ആരുടെയൊക്കെ ഇടയ്ക്ക്, യു എം ആൻഡ് ബിയുടെ ഇടയ്ക്കായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ. അപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് അല്ലേ. ഒന്ന് നമുക്ക് രണ്ട് ഡയഗ്രാം ആയിട്ടൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഒരു കേസിൽ ഓക്കെ, നമുക്ക് രണ്ട് ഡയഗ്രാം ആയിട്ട് തന്നെ വരച്ചേക്കാം. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം അല്ലേ. ഓക്കെ, ഇപ്പോൾ സേ ഞാൻ ഫസ്റ്റ് കേസിൽ ബിക്ക് മാറ്റയില്ല, ബി എന്തായാലും ഇവിടെ തന്നെ. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യുവിനെ വെച്ചിട്ട് ഇവിടെ വേണം അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെയാണ്. അതുപോലെ തന്നെ വേറെ കണ്ടീഷൻ എന്താ, ഇവിടെ യു വെച്ചിട്ട് എമ്മിനെ ഏറ്റവും അറ്റത്തും വെക്കാം അല്ലേ. അതും ഒരു പോസിബിലിറ്റി. അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണം ശരിയാണ് കേട്ടോ. ഇനി ബാക്കി പോയിന്റ്സ് നോക്കിയേ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എം എന്താ, എം സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജി ആ. ഓക്കെ, അപ്പോൾ എം ഇരിക്കുന്നത് ജിയുടെ തേർഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് എങ്ങോട്ടാണ് ഈ കേസിൽ, അങ്ങോട്ടാണ് അല്ലേ, ആ ഡയറക്ഷനിലോട്ടാണ് റൈറ്റ് കേട്ടോ. അപ്പോൾ ജീനെ നമുക്ക് എവിടെ വെക്കാം, തേർഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടയ്ക്ക് രണ്ട് പേര് അല്ലേ. ഇപ്പോൾ ജി ഇവിടെ വെക്കാം. ഈ കേസിൽ അത് പോസിബിൾ ആണോ, അല്ല. കാരണം ഇവിടെ എമ്മിനെ അറ്റത്ത് വെച്ചാൽ ജിയുടെ റൈറ്റിലോട്ട് എം എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി തെറ്റാം. സെക്കൻഡ് കേസ് വെച്ച് നമുക്ക് ഇനി മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു പോയിന്റ് കൂടി കണക്ട് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് കെയുടെ ഇമീഡിയറ്റ് റൈറ്റിലാണ് ഡി. അപ്പോൾ കെനെ ഇവിടെ വെച്ചിട്ട് ഡീനെ എന്ത് ചെയ്യുക, ഇവിടെ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി. ഇപ്പോൾ ഡി ആൻഡ് ജിയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ടെന്ന് നോക്കിയേ, 1 2 3 3 പേര്. അപ്പോൾ ഏത് ഓപ്ഷൻ കൊടുക്കാം, ഓപ്ഷൻ ബി കൊടുക്കാം 3. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഈസിയാണ്. ഇൻ ദ സെൻസ് നമുക്ക് ആ റൈറ്റും ലെഫ്റ്റും ഒന്ന് കിട്ടണം. അപ്പോൾ അത് നോക്കിക്കണം കേട്ടോ. നോർത്ത് ഫേസിങ് ആകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഡിഫറെൻറ്റാ, സൗത്ത് ഫേസിങ്ങിന് ഡിഫറെൻറ്റ് കേട്ടോ. പിന്നെ പോയിന്റ് ഇത്രേ ഉള്ളൂ, നമ്മളൊരു പോയിന്റ് കണക്ട് ചെയ്യുന്നു, നേരെ ഡയറക്റ്റ് പറയുന്ന പോയിന്റ് കണക്ട് ചെയ്യുക, ബാക്കിയെല്ലാം നോട്ട് ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോരുത്തരെയായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്ക് 1 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റിൽ സെയിം 7 പേഴ്സൺസ് സിനാരിയോ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് ഒന്ന് നോക്കാം നോക്കി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഓക്കെ 7 പേരാണ്. അപ്പോൾ നമുക്ക് ആ ബേസിക് ഡയഗ്രാം ഒന്ന് വരച്ചേക്കാം ഫസ്റ്റ് അല്ലേ. ഓക്കെ, 7 പേരുണ്ട്, 1 2 3 4 5 6 7. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ, ഓൺലി 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ വി ആൻഡ് പി. ഓക്കെ, ഇപ്പോൾ വി ആൻഡ് പിയുടെ ഇടയ്ക്ക് എത്ര പേര്, 2 പേര് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവരുടെ പൊസിഷൻ ഉറപ്പില്ല, അതുകൊണ്ട് ആരോ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഓൺലി 2 പീപ്പിൾ സിറ്റ് ടു ദ റൈറ്റ് ഓഫ് വി. നോക്കിയേ, വിയുടെ റൈറ്റിൽ 2 പേരേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സൗത്ത് ഫേസിങ് അല്ലേ, അപ്പോൾ റൈറ്റ് എങ്ങോട്ടാ, അങ്ങോട്ടാണ് റൈറ്റ്. അപ്പം വിനെ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അപ്പോൾ വി ഇവിടെയാണെങ്കിൽ പിനെ ഫിക്സ് ചെയ്യാമല്ലോ. പി എവിടെയായിരിക്കും, ഈ പോയിന്റിൽ കേട്ടോ. അപ്പോൾ ആ 2 പോയിന്റ് വെച്ച് വി ആൻഡ് പി ഫിക്സ് ആയി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി, ഡി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. സോ ഡി എവിടെ ഇരിക്കുന്നത്, എസിൻ്റെ തേർഡ് ലെഫ്റ്റിൽ കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്യാം. ഡി ഇരിക്കുന്നത് എസിൻ്റെ തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്, 2 പേര് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ, ഡി എടുത്തു. പി ഈസ് ആൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി പി എന്താണ്, ഡി ആൻഡ് എഫിൻ്റെ നെയ്ബർ ആണെങ്കിൽ പി എവിടെയായിരിക്കണം, ഡിൻ്റെ എഫിൻ്റെ ഇടയ്ക്കായിരിക്കണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ സി ഈസ് ആൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് എസ്. ഓക്കെ, അപ്പോൾ സിയും എസും എന്താ, നെയ്ബേഴ്സ് ആണ്. അപ്പോൾ ഇവർ അടുപ്പിച്ചായിരിക്കുന്നു എന്നുള്ളതിലും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ വി പി മാത്രം ഫിക്സ് ആണല്ലോ, അത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അടുത്ത് നോക്കി, ഇവരെ റെസ്പെക്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. പി ആരുടെ ഇടയ്ക്കായിരിക്കുന്നത്, ഡി ആൻഡ് എഫിൻ്റെ ഇടയ്ക്കായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാമല്ലോ, ഡി ആൻഡ് എഫ് അപ്പോൾ എങ്ങനെ വരും, അപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് ഡി എഫ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം ഇപ്പോഴത്തേന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡി അല്ലെങ്കിൽ എഫ് ഈ പൊസിഷൻസിൽ വരും. ഓക്കെ, അത് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എന്താ, എസിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സൗത്ത് ഫേസിങ് ആകുമ്പോൾ ലെഫ്റ്റ് എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ എസിനെ നമുക്ക് എവിടെ വെക്കാൻ പറ്റും, അപ്പോൾ എസിനെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 ഡയഗ്രാം ഒന്ന് പ്ലേസ് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാമല്ലോ, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ഡയഗ്രാം ഒന്ന് നേരത്തെ ചെയ്ത പോലെ പ്ലേസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ പി ഇവിടെ വെച്ചു, വി ഇവിടെ. ഈ കേസിൽ നമ്മൾ എഫിനെ ഇവിടെയും ഡീനെ ഇവിടെയും പ്ലേസ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി ഈ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്യുക. എന്തായിരുന്നു, എസിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ഡി കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ എസിനെ ഇവിടെ വെക്കാം അല്ലേ, സെക്കൻഡ് കേസിലോ എസിനെ നമുക്ക് ഇവിടെ വെക്കാം അല്ലേ. ഓക്കെ,
അപ്പോൾ ആ പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സിയും എസിനെ നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ അത് പോസിബിൾ ആണോ നോക്കിയാൽ സെക്കൻഡ് കേസിൽ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റ്. സീനെ നമുക്ക് നോക്കി ഇവിടെ വെക്കാം അല്ലേ? അപ്പോൾ അത് കറക്റ്റായി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എസ് ആൻഡ് പി. അപ്പോൾ നോക്കിയാൽ എസ് ഇവിടെ, പി ഇവിടെ, ഇടയ്ക്ക് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ എന്താ? 3 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ആ ഒരു കറക്റ്റ് കൺസെപ്റ്റ് വെച്ച് പോയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്കൊന്നാ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചൊരു ഇൻട്രോ എന്താ പറഞ്ഞേക്കുന്നത്? 5 പേരേ ഉള്ളൂ, പി ക്യു ആർ എസ് ടി. സോ ദേ ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് റോ ഫേസിങ് നോർത്ത്. ഓക്കെ, അപ്പോൾ 5 പേരേ ഉള്ളൂ ടോട്ടൽ അല്ലേ? എല്ലാവരും ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്? നോർത്ത് കേട്ടോ. അപ്പോൾ നോർത്ത് ഫേസിങ് ആണ് 5 പേരും. ഓക്കെ, ഈ കണ്ടീഷൻസ് നോക്കാം. നൈദർ ക്യൂ നോർ എസ് സിറ്റ് എക്സാക്ട്ലി ഇൻ ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ക്യൂവും എസും എന്ത് ചെയ്യുന്നില്ല? സെൻറ്ററിൽ ഇരിക്കത്തില്ല. അപ്പോൾ ഇവരിവിടെ വരത്തില്ല കേട്ടോ. ഓക്കെ, അടുത്തത് ആർ സിറ്റ്സ് അഡ്ജസ്റ്റൻറ്റ് ടു എസ് വൈൽ പി ആൻഡ് ടി സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. ഓക്കെ, അപ്പോൾ ആറും എസും എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? അടുത്തടുത്തായിരിക്കുന്നത്, അഡ്ജസ്റ്റൻ്റ് ആണ്. ഓക്കെ, വൈൽ പി ആൻഡ് ടി സിറ്റ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദ റോ. പിയും ടിയും എവിടെ ഇരിക്കുന്നത്? എക്സ്ട്രീം എൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പി ടിക്ക് പോസിബിൾ പൊസിഷൻസ് ഇതൊക്കെയാണ്. ഇവിടെ പി ടി, ഇവിടെയും പി ടി കേട്ടോ. പിന്നെ ആറും എസും എന്താ? അഡ്ജസ്റ്റൻ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇരുത്താം? എസ് എന്തായാലും നടുക്ക് വരികയെന്ന് അറിയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആറിനെ ഞാൻ ഇവിടെ വെച്ചാൽ ആറിനെ അപ്പോൾ ഇവിടെ തന്നെ വെക്കണം അല്ലേ? എന്നാൽ എസ്സിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എസ് ഇവിടെ വരാം അല്ലെങ്കിൽ എസ് ഇവിടെ വരും. ഓക്കെ, അതിൽ ഉറപ്പില്ല. പക്ഷെ എസ് ഇവിടെ ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ ആയിരിക്കണം ഉറപ്പായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എസ് ആണെങ്കിൽ എസ്സും ക്യൂവും അല്ലേ? അതും പറയാമല്ലേ, എസ് സ്ലാഷ് ക്യൂ എന്ന് കൊടുക്കാം. കാരണം എസ് അല്ലെങ്കിൽ ക്യൂ ആയിരിക്കും ഇവിടെ ഫിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇതാണ്, ഹൂ സെറ്റ് എക്സാക്ട്ലി ഇൻ ദ സെൻറ്റർ ഓഫ് ദ. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് സെൻറ്റർ ഓഫ് ദ റോഡ് എക്സാക്ട് നടുക്ക് ആരിയിരിക്കും? അപ്പോൾ നമുക്ക് ഉറപ്പിക്കുക ആര് തന്നെയാണ്? 6. ഓക്കെ, കാരണം ബാക്കി ആരും വരത്തില്ല, 6 മാത്രമേ സെൻറ്ററിൽ വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറയാം, കണ്ടീഷൻ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഇത് നോർത്ത് ഫേസിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട് നോക്കിയാൽ? 4, 7 പേര് അല്ലേ? സോ ഇ എഫ് ജി എച്ച് ഐ ജെ ഐ ജെ എച്ച് അല്ലേ? ഓക്കെ, അപ്പോൾ ദേ ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് റോ ഫേസിങ് നോർത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും നോർത്ത് ഫേസിങ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഡയഗ്രാം ഒന്ന് വരച്ചേക്കാം. 7 പേര് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ 7 പേര് തന്നെ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 അല്ലേ? ഓക്കെ, നോർത്ത് ഫേസിങ് ആണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഈ കണ്ടീഷൻ ചോദിക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്താ? എച്ച് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി. അപ്പോൾ എച്ച് എവിടെ ഇരിക്കുന്നത്? ജിയുടെ റൈറ്റ് ഇങ്ങോട്ടാണെങ്കിൽ സെക്കൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്? ഒരാൾ കേട്ടോ. ഓക്കെ, അടുത്തത് എഫ് ആൻഡ് കെ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. ഓക്കെ, എഫും കെയും എന്താ? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും അടുപ്പിച്ചാണ് അല്ലേ? ഓക്കെ, അടുത്തത് ഓക്കെ, എഫ് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഐ. സോ എഫും ഇയും ആരുടെ നെയ്ബേഴ്സാണ്? ഐയുടെ നെയ്ബേഴ്സ്. അപ്പോൾ ഐ എന്തായാലും ഇവരുടെ ഇടയ്ക്കായിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത എച്ച് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. എച്ചും ഇയും എന്താണ്? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആവണം. അതും ഒരു പോയിൻ്റാണ് അല്ലേ? ഓക്കെ, അടുത്തത് കെ സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ. ഇപ്പോൾ സ്പെസിഫിക്കലി പറയുന്നുണ്ട് കെ എവിടെ ഇരിക്കുന്നത്? റൈറ്റ് എൻഡിൽ എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോർത്ത് ഫേസിംഗിൽ റൈറ്റ് ഇങ്ങോട്ടോ. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് എവിടെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ കെ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, എന്താ? ജെ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എച്ച്. അപ്പോൾ ജെ എവിടെ ഇരിക്കുന്നത്? എച്ചിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് നമുക്കുണ്ട്. കെ ഫിക്സ് ആണല്ലോ, അപ്പോൾ കെയുടെ റെസ്പെക്റ്റിലുള്ള പോയിന്റ് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് എന്തായിരുന്നു കെയുടെ? എഫും കെയും അടുപ്പിച്ചാണ്. അപ്പോൾ കെ ഇവിടെ ആണെങ്കിൽ എഫ് ഇവിടെ അല്ലേ? ഓക്കെ, ഇനി എഫ് ഐ ഇ ആ ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ ഐ ഇവിടെ വെച്ചിട്ട് ഇനെ ഇവിടെ പ്ലേസ് ചെയ്യാം. അടുത്ത എച്ചും ഇയും അടുപ്പിച്ചാണ്. അപ്പോൾ എച്ച് ഇവിടെ വെച്ചു കേട്ടോ. ഓക്കെ, ഇനി എന്താ? എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ജെ. അപ്പോൾ ജെനെ ഇവിടെ പ്ലേസ് ചെയ്തോ. ജിയുടെ സെക്കൻഡ് റൈറ്റിലാണ് എച്ച് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയി. നമുക്ക് എല്ലാ കണ്ടീഷനും നേരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഹൂ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി.
അപ്പോൾ നോക്കി ജെയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ ഇരിക്കുന്നത്? ജി ആണ് അല്ലേ? ഓക്കെ, ആൻസർ ഇവിടെ ചെയ്ത ഓപ്ഷനാ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ജി കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്റ്റുഡൻസ് നോക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോർത്ത് ഫേസിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. 6 പേഴ്സൺസ് ഇവിടെ ഉണ്ട് സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് ഡയഗ്രാം എന്ന് വരയ്ക്കാം. 1 2 3 4 5 6. ഓക്കെ, 6 പേര് ഇൻ ടോട്ടൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നോക്കി, എ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. എ എവിടെ ഇരിക്കുന്നത്? എഫിൻ്റെ തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്? 2 പേര് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ബി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി. സോ ബി ഇരിക്കുന്നത് എവിടെയാ? സിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. ഓക്കെ, ബട്ട് നോട്ട് അഡ്ജസ്റ്റൻ ടു എഫ് ഓർ എ. സോ അതാരെ പറ്റിയാ? ബി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി ബട്ട് നോട്ട് അഡ്ജസ്റ്റൻ ടു എഫ് ആൻഡ് എ എന്ന് പറയുമ്പോൾ ആരെ പറ്റിയ? ബി. സോ ബി ആരുടെയൊക്കെ അടുത്തിരിക്കുകയല്ല, ബി എഫിൻ്റെ അടുത്തും ഇരിക്കത്തില്ല, ബി ആണെങ്കിൽ എയുടെ അടുത്തും ഇരിക്കുകയില്ല നമ്മുടെ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി വരുന്നു അല്ലേ? അടുത്ത പോയിന്റ് എന്താ? ഡി ഈസ് നോട്ട് അഡ്ജസ്റ്റൻ ടു എ. ഓക്കെ, ഡി എ ആയിട്ട് അഡ്ജസ്റ്റൻ്റ് അല്ല കേട്ടോ. ഡി എ ആയിട്ട് എന്തല്ല? അഡ്ജസ്റ്റൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് തന്നിരിക്കുന്നത്. ഇവരെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ പ്രശ്നം ഇത്രേ ഉള്ളൂ. എന്താ? നമുക്ക് കഴിഞ്ഞ കുറച്ച് കേസസ് പോലെ ഡയറക്റ്റ് ആയിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം ഓക്കെ ആവുന്നത് ഏത് കേസിലാണോ അത് വെച്ച് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാരണം ആകെ 6 പേരല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചാൻസ് എടുത്ത് നോക്കാം. സോ എ ടു എഫ് തന്നെ എടുക്കാം അല്ലേ? അതാണ് കൂടുതൽ ഗ്യാപ്പ് ഉള്ളത്. പക്ഷേ ഞാൻ എനെ ഇവിടെ അറ്റത്ത് വെക്കുവാണെങ്കിൽ 1 2 എഫ് ഇവിടെ ആയിരിക്കും അല്ലേ? ഉറപ്പില്ല ശരിയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ബി സിനെ ഒന്ന് കണക്ട് ചെയ്യണം. സോ സീനെ ഇവിടെ വെച്ചാൽ ബി ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാവും. ഓക്കെ, പിന്നെ പോയിന്റ് ഉണ്ട്, എയുടെ അടുത്ത് ബി ഇരിക്കാൻ പാടില്ല. ഓക്കെ, ബിയുടെ അടുത്ത് പക്ഷേ എഫ് ഇരിക്കാൻ പാടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കണ്ടീഷൻ ഇവിടെ വർക്ക് ചെയ്യല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ എന്താ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ അറ്റത്തൊന്ന് വെച്ച് നോക്കിയാലോ? എഫിനെ ഇവിടെ വെച്ച് നോക്കാം. 1 2 എ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ സിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ബീനെ വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കണ്ടീഷൻസ് നോക്കാം. ബി എഫ് അടുപ്പിച്ച് വരല്ല. ഓക്കെ, ബി എ അടുപ്പിച്ച് വരില്ല. ഓക്കെ, ഡി എയും അടുപ്പിച്ച് വരില്ല. അപ്പോൾ ഡീനെ ഇവിടെ വെച്ചാൽ മതി, ഇച്ചിരി മാറി വെച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? അപ്പോൾ ഇവിടെ ആരായിരിക്കും വരുന്നത്? ആരൊക്കെ ഉണ്ട്? എ ബി സി ഡി ഇ എഫ്. പി ആണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ഡിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഈ പൊസിഷൻ. അപ്പോൾ ആൻസർ ചെയ്ത ഓപ്ഷൻ ബി ആണ് വരുന്നത്, പി കേട്ടോ. സോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോർത്ത് ഫേസിങ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ഫ്രണ്ട്സ് ആണ് അല്ലേ? ഫേസിങ് നോർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർത്ത് ഫേസിങ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ 5 പേര് ഇൻ ടോട്ടൽ. 1 2 3 4 5. ഓക്കെ, പിന്നെ എ സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി, ബി ഹൂ സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം കേട്ടോ. അപ്പോൾ അത് ബീനെ പറ്റിയാണ്. അപ്പോൾ ബി എവിടെ ഇരിക്കുന്നത്? സിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോ. സോ ബി ഇരിക്കുന്ന ഒരു എൻഡിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് എൻഡാണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാമല്ലോ. കാരണം എന്താ? എ ഇരിക്കുന്നത് ബിയുടെ സെക്കൻഡ് റൈറ്റിൽ. സോ ഓബ്വിയസ്ലി ബി ഏത് എൻഡിലായിരിക്കണം? ലെഫ്റ്റ് എൻഡിലായിരിക്കണം. എന്നാലേ കണ്ടീഷൻ ഓക്കെ ആണ് കേട്ടോ. റൈറ്റ് എൻഡ് വെച്ചാൽ ശരിയാവോ? ഇല്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പിന്നെ സി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ. സി ഇരിക്കുന്നത് ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പോൾ സീനെ ഇവിടെ വെച്ചിട്ട് ഈനെ ഇവിടെ വെക്കാം. അപ്പോൾ ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. അപ്പോൾ സിയുടെ സെക്കൻഡ് ലെഫ്റ്റിലായിരുന്നെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യാത്ത ആരെയാ? ഡീനെയാണ്. അപ്പോൾ ആൻസർ ഡി ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഡി കേട്ടോ. അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ നമുക്ക് ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ലീനിയർ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ സർക്കുലർ കേസിൽ 2 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ പറയാം കേട്ടോ. ഒന്ന് ഫേസിങ് ദ സെൻറ്റർ പറയാം കേട്ടോ. ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, ഫേസിങ് ദ സെൻറ്റർ.
ഓക്കെ. പിന്നെ ഉള്ളത് എന്താ, ഫേസിങ് ഔട്ട്സൈഡ് ദ സെൻറ്റർ. ഓക്കെ, ഫേസിങ് ഔട്ട്സൈഡ് ദ സെൻറ്ററും വരാം കേട്ടോ. അപ്പോൾ ഒരു കേസിൽ എന്താണ് ഫേസിങ് ദ സെൻറ്റർ എന്ന് വെച്ചാൽ അകത്തോട്ട് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഒന്ന് എന്താണ് ഫേസിങ് ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ വെളിയിലോട്ട് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റൈറ്റും ലെഫ്റ്റും ഓർത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫേസിങ് ദ സെൻറ്റർ ആണെങ്കിൽ ഓർത്തോണം എപ്പോഴും ക്ലോക്ക് വൈസ് എന്താണ് നമ്മുടെ, നമ്മൾ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റും. ഓക്കെ, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, റൈറ്റ് ആയിരിക്കും കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഫേസിങ് ദ സെൻറ്റർ ആണെങ്കിൽ ഓർത്തോണം ക്ലോക്ക് വൈസ് ലെഫ്റ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്ത്, റൈറ്റ്. ഓക്കെ, ഇനി അതുപോലെ അപ്പം ഫേസിങ് ഔട്ട്സൈഡ് ആകുമ്പോൾ എന്താവും, ഫേസിങ് ഔട്ട്സൈഡ് ആണ് നേരെ തിരിച്ച് ഓർക്കുക കേട്ടോ. ക്ലോക്ക് വൈസ് ആയിരിക്കും എന്ത്, ക്ലോക്ക് വൈസ് നമ്മുടെ റൈറ്റും, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇപ്പോൾ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മുടെ എന്താ വരുന്നത്, ലെഫ്റ്റ് വരും കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് ക്രൂഷ്യലാണ് കേട്ടോ. ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടെ എന്തായിരിക്കും, ലെഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഈസി ഓർത്തിരിക്കാൻ ഇത്രേ ഉള്ളൂ. ഫേസിങ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓർത്തോണം ക്ലോക്ക് വൈസ് ലെഫ്റ്റും ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റും. അതുപോലെ തന്നെ ഫേസിങ് ഔട്ട്സൈഡ് ദ സെൻറ്റർ ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകണം, ക്ലോക്ക് വൈസ് നമ്മുടെ റൈറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ലെഫ്റ്റ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക, മറ്റേത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഫേസിങ് ദ സെൻറ്ററോ ഫേസിങ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ തന്നെ എടുക്കണം. സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്തോണം. പക്ഷേ മോസ്റ്റ്ലി ക്വസ്റ്റിനിൽ പറയുമവർ, പറയുന്നില്ല എന്ന് വിചാരിക്കുക, പറയുന്ന ഇൻസ്റ്റൻസ് പറയുന്നില്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും സിറ്റുവേഷൻ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ സ്പെസിഫിക്കലി പറഞ്ഞാൽ അതേ കണ്ടീഷൻ എടുത്ത് വേണം നമ്മൾ സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തോണേ. പിന്നെ സെക്കൻഡ് ഒരു പോയിന്റ് കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം സേ ഈവൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആണെന്ന് വെച്ചു. ഇപ്പോൾ സേ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം 6 പേരാണ്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം 6 പേര് കേട്ടോ. ഓക്കെ, അതിപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഒരു പോയിന്റേ ഉള്ളൂ, അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാളുടെ ഓപ്പോസിറ്റ് ഒരാളെ പ്ലേസ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ടോട്ടൽ ഈവൻ, അത് ഓർത്തേക്ക്, ഈവൻ പേഴ്സൺസ് ആണെങ്കിൽ എപ്പോഴും ഒരാളുടെ ഓപ്പോസിറ്റ് ഒരാളെ വെക്കണം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇവരെ പൊസിഷൻ ചെയ്യാം, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്താലും ഒരു പേഴ്സൻ്റെ ഓപ്പോസിറ്റ് ഒരാളെ നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഈവൻ പേഴ്സൺസ് ആണെങ്കിൽ മാത്രം. ഓഡിൽ അത് പറ്റത്തില്ലല്ലോ, അപ്പോൾ അത് നോക്കണ്ട. ഈവൻ പേഴ്സൺസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളുടെ ഓപ്പോസിറ്റ് ഒരാൾ വെച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ അതും ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സർക്കുലറുടെ ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്നാൽ തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇൻട്രോ ഒന്ന് വായിക്കാം. എന്തൊക്കെയാണ് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ? 6 ഗേൾസ് ആണ് ഫേസിങ് ദ സെൻറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും അകത്തോട്ട് ഫേസ് ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ക്ലാരിറ്റി അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ, റീന ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് പിങ്കി. ഓക്കെ, അപ്പോൾ റീന എവിടെ ഇരിക്കുന്നത്? റീന ഇരിക്കുന്നത് പിങ്കിയുടെ ലെഫ്റ്റിലാണ് എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ലെഫ്റ്റ് ഓഫ് പിങ്കി എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഭാമ അല്ലേ? ഓക്കെ, സോ ബി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ബി സിറ്റിംഗ് ബിറ്റ്വീൻ ആരൊക്കെയാ? ആർ ആൻഡ് എസ്. അപ്പോൾ ആറിൻ്റെ എസിൻ്റെ ഇടയ്ക്കാണ് ആരിയ്ക്കുന്നത്? ബി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഹിമാൻഷി ഈസ് ഇൻ ബിറ്റ്വീൻ പിങ്കി ആൻഡ് നിമ്മി. ഓക്കെ, അപ്പോൾ പിങ്കിയുടെയും നിമ്മിയുടെ ഇടയ്ക്കാണ് ആര്? ഹിമാൻഷി, എച്ച്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. പിന്നെ ചോദിച്ചേക്കുന്നത് ശിവാനിയുടെ ഓക്കെ അപ്പോൾ ശിവാനിയുടെ ലെഫ്റ്റിൽ ആരാണ്? ഹൂ ഇസ് ടു ദ ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 1-2 പോയിന്റ്സ് നമുക്കൊന്ന് ആഡ് ചെയ്തേക്കാം. ഓക്കെ, എനിക്കൊന്നത് മിസ്സിങ് ആയി കാണും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് എക്സാക്ട് പൊസിഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും. ഓക്കെ, ഇവിടെയും നമ്മുടെ ഇമ്മീഡിയറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് ഉണ്ട്, ഈ ഫസ്റ്റ് പോയിന്റിലുണ്ട്. റീന ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പിങ്കി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും ഉണ്ട്. റീന എവിടെയാണ്? പിങ്കിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങിയാലോ.
ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം അവരെ. ഞാൻ പറഞ്ഞ പോലെ ഏത് പോയിന്റ് വേണമെങ്കിലും ഏത് പോയിന്റിൽ നിന്ന് തുടങ്ങാം, അത് നമ്മുടെ ഇഷ്യൂ അല്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും പിങ്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ റീന എവിടെ ഇരിക്കുന്നത്? പിങ്കിയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലല്ലേ. അപ്പോൾ ഞാൻ പിങ്കിനെ ഇവിടെ വെക്കുവാന്ന്. അപ്പോൾ പിങ്കിനെ ഇവിടെ വെച്ചാൽ പിങ്കിയുടെ ലെഫ്റ്റ് എങ്ങോട്ടാ? നമുക്കറിയാം ഫേസിങ് ദ സെൻറ്ററാ. ഓക്കെ, അപ്പം ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ റീനയുടെ പൊസിഷൻ. ഓക്കെ, ഇനി റീനയുടെ റെസ്പെക്ട് എന്താ പോയിന്റ്? ബാമ അല്ലേ ഈ സിറ്റിംഗ് ബിറ്റ്വീൻ റീന ആൻഡ് ശിവാനി. ഓക്കെ, അപ്പോൾ റീനയുടെയും ശിവാനിയുടെ ഇടയ്ക്കാണ് ആരിയിരിക്കുന്നത്. ശിവാനിനെ ഇവിടെ വെക്കാം, ഭാന അല്ലേ. അപ്പോൾ ഇവിടെ ആ പോയിന്റ് പ്ലേസ് ആയി. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നത് എന്താ? ഹിമാംക്ഷി അല്ലേ, ആരുടെ ഇടയ്ക്ക് പി ആൻഡ് എന്നിൻ്റെ ഇടയ്ക്ക. അപ്പോൾ ഹിമാംഷിനെ ഇവിടെ വെക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നിമ്മീനെ ഇവിടെ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, ശിവാനിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ശിവാനിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും വരുന്നത്? നിമ്മി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏത് ഓപ്ഷനാണെന്ന് പറയാം? ഓപ്ഷൻ സി ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർത്തിക്കുക, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും കേട്ടോ, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണോ സെക്കൻഡ് ലെഫ്റ്റ് ആണോ. കാരണം അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്കെന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ 6 ബോയ്സ് തന്നെയാണ്, നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഡയഗ്രാം ഒന്ന് വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6 പേരുണ്ട് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 പേര് അല്ലേ. ഓക്കെ, 3 4 5 6. ഓക്കെ, പിന്നെ എന്താണ് ഫേസിങ് ദ സെൻറ്റർ കേട്ടോ. അപ്പോൾ ഇവരകത്തോട്ടാണ് 6 പേര് എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയാൽ രാജീവ് ഈസ് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് മോഹൻ ബട്ട് ഹീ ഈസ് നോട്ട് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വിജയ്. ഓക്കെ, സോ രാജീവ് എന്താ ചെയ്യുന്നത്? രാജീവ് ഈസ് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് മോഹൻ ബട്ട് ഹീ ഈസ് നോട്ട് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വിജയ്. ഓക്കെ, അപ്പോൾ വിജയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇരിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷേ രാജീവ് എവിടെ ഇരിക്കുന്നത്? മോഹൻ്റെ റൈറ്റിലാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ചന്ദർ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ബാബു ആൻഡ് വിജയ്. ഓക്കെ, അപ്പോൾ സീനെ നമുക്ക് ബി ആൻഡ് വിയുടെ ഇടയ്ക്ക് ഇരുത്താം അല്ലേ, ബാബു ആൻഡ് വിജയ്. ഓക്കെ, പിന്നെ അജയ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് വിജയ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് ആക്കാം കേട്ടോ. ഇമ്മീഡിയറ്റ് തന്നെ എടുക്കാം, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് തന്നെ ഇമ്മീഡിയറ്റ് റൈറ്റ് കേട്ടോ, ഇമ്മീഡിയറ്റ് റൈറ്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഫൈനൽ ക്വസ്റ്റ്യനിലും അത് തന്നെ ഇമ്മീഡിയറ്റ് റൈറ്റ് ലെഫ്റ്റ് ചോദിച്ചേക്കും കേട്ടോ. ഇവിടെ എല്ലാം ഇമ്മീഡിയറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ രാജീവ് എന്തായാലും ഫസ്റ്റ് പോയിന്റ് എന്താ? രാജീവ് ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് മോഹൻ. ഓക്കെ, അപ്പോൾ രാജീവ് എവിടെ ഇരിക്കുന്നത്? മോഹൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്, പക്ഷേ എവിടെ ഇരിക്കുന്നില്ല. പക്ഷേ വിജയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരിയിരിക്കുന്നില്ല? രാജീവ് ഇരിക്കത്തില്ല കേട്ടോ. വിജയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഈ കണ്ടീഷൻ പോസിബിൾ അല്ല എന്നാണ് കണ്ടീഷൻ പറയുന്നത് കേട്ടോ. പിന്നെ അജയ് എവിടെ ഇരിക്കുന്നത്? അജയ് പക്ഷേ എവിടെ ഇരിക്കുന്നുണ്ട്? വിജയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇരിക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വിജയ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിജയിനെ നമുക്ക് ഇവിടെ വെക്കാം അല്ലേ. വിജയിനെ ഇവിടെ വെച്ചാൽ വിജയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് അജയ്, അപ്പം അജയിനെ ഇവിടെ വെക്കാം. പിന്നെ വിജയും ബാബുവിൻ്റെ ഇടയ്ക്കാണ് ആര്? ബാബുവിനെ ഞാൻ ഇവിടെ വെച്ചെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ചന്ദ്രനെ നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് നോക്കി എന്തൊക്കെയുണ്ട്. ഇത് പ്ലേസ് ചെയ്തു. ഇത് പോസിബിൾ അല്ല എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരും ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ എം എന്ന് വെച്ചാൽ മോഹൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് രാജീവ്. സോ മോഹൻ്റെ റൈറ്റ്, ഇപ്പോൾ മോഹൻ്റെ ഇവിടെ വെച്ചാൽ മോഹൻ്റെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, അപ്പോൾ 6 ഇവിടെ കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? മോഹൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണ് എന്ന് ചോദിച്ചത് കേട്ടോ. മോഹൻ്റെ ലെഫ്റ്റ് നോക്കി ഇങ്ങോട്ടല്ല ക്ലോക്ക് വൈസ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ബാബു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ബാബു കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. നമുക്കിതിൽ മെയിൻലി ആ ഡയറക്ഷൻസ് മനസ്സിലാവും, റൈറ്റും ലെഫ്റ്റും ഓർത്തിരിക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങുന്നു, അവരെ കണക്ട് ചെയ്യുന്ന ഓരോ പോയിന്റ്സ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചോദ്യത്തിൽ ഓക്കെ 5 പേരേ ഉള്ളൂ, 5 പേഴ്സൺസ് ആണ്. ഓക്കെ, സിറ്റിംഗ് ഇൻ എ സർക്കുലർ ടേബിൾ ഫേസിങ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5 പേരുള്ളപ്പോൾ പിന്നെ ഇഷ്യൂസ് ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരെ പ്ലേസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ 1 2 3 4 5. ഓക്കെ, ഫേസിങ് ദ സെൻറ്റർ തന്നെ കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് മുകേഷ് ഇസ് ഓക്കെ ടു ദ ഓർത്തോണം ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് രാജേഷ് ആണ്. പിന്നെ വിജയ് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അനിൽ ആൻഡ് ഇൻ ബിറ്റ്വീൻ അനിൽ ആൻഡ് നാഗേഷ്. ഓക്കെ, അപ്പോൾ ടെൽ ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് നാഗേഷ് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ, മുകേഷ് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് രാജേഷ് ആണ് അല്ലേ. അപ്പോൾ മുകേഷ് എവിടെ ഇരിക്കുന്നത്, രാജേഷിൻ്റെ ഇമ്മീഡിയറ്റ്. അപ്പോൾ രാജേഷിനെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ രാജേഷിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എങ്ങോട്ടാ, ഇങ്ങോട്ട് അല്ലേ. ലെഫ്റ്റ് ഇവിടെ ക്ലോക്ക് വൈസ് അല്ലേ, അപ്പോൾ ഇവിടെ അല്ലേ മുകുന്ദിനെ ഇവിടെ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് വിജയ് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അനിൽ കേട്ടോ. അപ്പോൾ വിജയ് ഇരിക്കുന്നത് അനിലിൻ്റെ എന്താ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് വിജയ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ബിറ്റ്വീൻ അനിൽ ആൻഡ് നാഗേഷ്. അപ്പോൾ വിജയ് എവിടെ ഇരിക്കുന്നത്, വിജയ് അനിലിൻ്റെയും നാഗേഷിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത് നാഗേഷ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ അനിൽ വിജയ് ഓക്കെ, അപ്പോൾ അനിലിനെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. നോക്കി, അനിലിൻ്റെ റൈറ്റിലാണ് നാഗേഷ്. ഓക്കെ, അപ്പോൾ അനിലിനെ ഇവിടെ വെക്കാം. നോക്കി, അപ്പോൾ അനിലിനെ ഞാൻ ഇവിടെ വെച്ചാൽ വിജയ് ഇവിടെ വിജയ് വന്നാൽ നാഗേഷ് എവിടെ വരണം, ഈ പൊസിഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവരെ 5 പേരെ എന്ത് ചെയ്യാൻ പറ്റി, ഫിക്സ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, ടെൽ ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് നാഗേഷ്. നോക്കിയാൽ നാഗേഷിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ, നാഗേഷ് ഇവിടെ, റൈറ്റ് എങ്ങോട്ടാണ്, നാഗേഷിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരായിരിക്കും ആൻസർ വരുന്നത്, മുകുന്ദ് വരണം കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, കേട്ടോ. അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ സ്റ്റുഡൻസ്, ഒന്ന് നോക്കിയത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അടുത്തതിൽ നോക്കിയാൽ 6 ഫ്രണ്ട്സ് ഉണ്ട്, ABCDEF. ഓക്കെ, അപ്പോൾ 6 പേരാണ് അതിൻ്റെ ടോട്ടലുള്ളത്, 6 പേര്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ബേസിക് ഡയഗ്രാം വരച്ചേക്കാം. അപ്പോൾ 6 പേര് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഈവൻ പേഴ്സൺസ് ആണെങ്കിൽ എങ്ങനെയാണ്, എല്ലാവരുടെയും ഓപ്പോസിറ്റ് നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഫേസിങ് ഔട്ട്വേർഡ്സ് ആണ് കേട്ടോ, എന്ന് വെച്ചാൽ വെളിയിലോട്ടാണ് ഇവർ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്വേർഡ്സ് ആകുമ്പോൾ എങ്ങനെ, ക്ലോക്ക് വൈസ് റൈറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടെ ലെഫ്റ്റ് കേട്ടോ. പോയിന്റ്സ് നോക്കാം. ഇ ഈസ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, ഇ എവിടെയാണ്, ബി ആൻഡ് സിയുടെ ഇടയ്ക്കാണ് എന്നൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ എ ഈസ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് ബി. അപ്പോൾ എ എവിടെയാണ്, ബിയുടെ എക്സാക്ട് റൈറ്റ് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ബി ആൻഡ് എഫ് ആർ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ബി എഫ് എങ്ങനെ ഇരിക്കുന്നത്, ഇവർ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബി വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബി വെച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബി നോക്കിയാൽ, ബീനെ ഞാൻ സേ ഇവിടെ വെച്ചെന്ന് വെച്ചോ. അപ്പോൾ ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇവിടെ, ബിയുടെ ഓപ്പോസിറ്റ് ഏതാ, ഈ പൊസിഷൻ. അപ്പോൾ എഫ് ഇവിടെ വെക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ബി ആൻഡ് സിയുടെ ഇടയ്ക്കാണ് ഇ. അപ്പോൾ ഈനെ ഇവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആയി. ഇനിയിപ്പോൾ ഇവിടെ ആരാ മിസ്സിങ്, ഡി ആണ്. അപ്പോൾ ഡീനെ ഇവിടെ വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൂ സിറ്റ്സ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് ഡി. ഇപ്പോൾ ഡിയുടെ എക്സാക്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റൈറ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഡിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എവിടെയാണ്, ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് പോകുമ്പോൾ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ, എഫ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ആദ്യത്തെ 3 ഓപ്ഷനിൽ എഫ് ഇല്ല. സോ നമ്മുടെ ആൻസർ ചെയ്തായിരിക്കണം ഓപ്ഷൻ നൺ ഓഫ് ദീസ് കേട്ടോ. ഈസി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ മെയിൻ നിങ്ങൾ ആ ഡയറക്ഷൻസ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഔട്ട്വേർഡ്സ് ആണെങ്കിൽ, വെളിയിലോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ് റൈറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് എന്താ, ലെഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ 6 പേര്, ഇവിടെ ഇൻവേർട്സ് ആണ്, ആ ഒരു ചേഞ്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് ഡയഗ്രാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്തേക്കാം. ബേസിക് ഡയഗ്രാം വരച്ചു.
1 2 3 4 5 6. ഓക്കെ, പക്ഷെ ഇവിടെ ഇൻവേർട്സ് ആണ് കേട്ടോ. സോ മെയിൻ ചേഞ്ച് എന്താ, ലെഫ്റ്റും റൈറ്റും മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, അപ്പോൾ പി ആൻഡ് ആർ ആർ ഓപ്പോസിറ്റ് വെച്ചത്. ഓക്കെ, പിയും ആറും ഇങ്ങനെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ആണ് കേട്ടോ. യു ഇസ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. ഓക്കെ, യു ആണെങ്കിൽ പി ആൻഡ് എസിൻ്റെ ഇടയ്ക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ, എസ് ഇസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. എസ് എവിടെ ഇരിക്കുന്ന, ആറിൻ്റെ ലെഫ്റ്റ്. ഇപ്പോൾ സേ ഇങ്ങോട്ടാണെങ്കിൽ ഇമീഡിയറ്റ് ലെഫ്റ്റ് കേട്ടോ. പിന്നെ ടി ഈസ് നോട്ട് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു എസ്. ഓക്കെ, ഇപ്പോൾ ടിയും എസും എന്തല്ല, ഓപ്പോസിറ്റ് അല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്യാം. സോ ആരെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സേ ഞാൻ 6 വെച്ച് തുടങ്ങുകയെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ 6നെ ഞാൻ ഇവിടെ വെച്ച്, 6ൻ്റെ ലെഫ്റ്റ് എങ്ങോട്ടാ, ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എസ് ഇവിടെ. ഓക്കെ, ഇനി 6ൻ്റെ ഓപ്പോസിറ്റ് ആരാ, പി. ഓക്കെ, ഇനി പി ആൻഡ് എസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആരാ വെക്കണം, യു. ഇപ്പോൾ യു ഇവിടെ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് പറയുന്നുണ്ട്, ടി എസിൻ്റെ ഓപ്പോസിറ്റ് അല്ല. അപ്പോൾ ടീനെ എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക. ഇനി മിസ്സിങ് ആരാ നോക്കിയേ, പി ക്യു അല്ലേ. ക്യൂവിനെ ഇവിടെ വെച്ചാൽ കേട്ടോ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു യു. അപ്പോൾ യുവിൻ്റെ ഓപ്പോസിറ്റ് ആരാ നോക്കിയേ, യുവിൻ്റെ ഓപ്പോസിറ്റ് ആരാ, ടി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ 3 ഓപ്ഷനിലില്ല. സോ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കണം, നൺ ഓഫ് ദിസ് കേട്ടോ. ഓക്കെ, ഇൻ ദ സെൻസ് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ എളുപ്പമാണ്. നമുക്ക് ആ ഡയറക്ഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടിയാൽ പിന്നെ കണ്ടീഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈസിലി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് 8 പേരാണ് കേട്ടോ. 8 പേഴ്സൺസ് ആണുള്ളത്. ഫേസിങ് ദ സെൻറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഡയഗ്രാം എന്ന് വരച്ചേക്കാം. ഓക്കെ, 8 പേരാണ് ഇൻ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്. 1 2 3 4 5 6 7 8. ഓക്കെ, ഫേസിങ് ദ സെൻറ്റർ ആണ് കേട്ടോ. ഇവരെല്ലാവരും അകത്തോട്ട് എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം ഫസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കിയാൽ, ഫസ്റ്റ് ഡി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. അപ്പോൾ ഡി എവിടെ ഇരിക്കുന്നത്, എയുടെ തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 2 പേര് എടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എ. ഓക്കെ, ഇ എവിടെ ഇരിക്കുന്നത്, എയുടെ റൈറ്റ്. ഇപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഇമ്മീഡിയറ്റ് റൈറ്റിൽ കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, ബി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ബി ഇരിക്കുന്നത് ഡിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്, 2 പേര് കേട്ടോ. ഓക്കെ, ജി ഇസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. ജി എവിടെ ഇരിക്കുന്നത്, ബിയുടെ സെക്കൻഡ് റൈറ്റിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത സി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി. ഓക്കെ, സിയും ബിയും എങ്ങനെയാണ്, നെയ്ബേഴ്സ് ആണ് കേട്ടോ. ഇവർ അടുപ്പിച്ചേ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, സി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച്. സി എവിടെ ഇരിക്കുന്നത്, എച്ചിൻ്റെ തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്, 2 പേര് കേട്ടോ. അപ്പോൾ 8 പേരാണ്. അതുകൊണ്ടാണ് കണ്ടീഷൻസ് ഇച്ചിരി കൂടുതൽ. കുഴപ്പമില്ല, നമുക്കൊരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിൽ നിന്ന് തുടങ്ങാം, കൂടുതൽ കണക്ഷനുള്ള പോയിന്റ് എടുത്തോ കേട്ടോ. അതെപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഡീനെ ഞാൻ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യുക. ഇവിടെ ഞാൻ നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് ഇച്ചിരി താഴത്തോട്ട് വരയ്ക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ, ഡി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബി എവിടെ ഇരിക്കുന്നത്, ഡിയുടെ തേർഡ് ലെഫ്റ്റ്. അപ്പോൾ ബിയുടെ ലെഫ്റ്റ് അറിയാമല്ലോ, ഫേസിങ് ദ സെൻറ്റർ കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഫേസ് ചെയ്യുന്ന ആളാണ്. എല്ലാവരും അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് എങ്ങനെയാണ്, ഇൻസൈഡ് ആകുമ്പോൾ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 2 എനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റ് നോക്കി. സോറി, ഡിയുടെ ലെഫ്റ്റ്, സോറി ബി ആയിരുന്നു അല്ലേ. ഇവിടെ ബി ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ബി ആയിരിക്കും വരുന്നത് കേട്ടോ. ഞാൻ അടുത്ത പോയിന്റ് നോക്കി, എയുടെ തേർഡ് ലെഫ്റ്റിലാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ തേർഡ് ലെഫ്റ്റിൽ ഡി വരണമെങ്കിൽ എനെ എവിടെ പ്ലേസ് ചെയ്യണം, നമ്മളിവിടെ കേട്ടോ. എന്നാൽ ഡി തേർഡ് ലെഫ്റ്റിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് എടുത്തു, ഈ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി എന്താ എടുക്കാൻ പറ്റുന്നത്, എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ഇ. അപ്പോൾ എയുടെ റൈറ്റ് ഇവിടെ എങ്ങോട്ടാ, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പോയിന്റും എടുത്തു. അടുത്ത പോയിന്റ് ഏത് എടുക്കാൻ പറ്റുന്നത് നോക്കിയേ, സിയും ബിയും നെയ്ബേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സീനെ ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. ആ പോയിന്റും എടുത്തു. ഓക്കെ, ഇനി എച്ചിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് സി. അപ്പോൾ എച്ചിൻ്റെ ലെഫ്റ്റ് ഇവിടെ എങ്ങനെയാണ്, ക്ലോക്ക് വൈസ്.
അപ്പോൾ എച്ചിനെ എവിടെ വെച്ച് എച്ചിൻ്റെ തേർഡ് ലെഫ്റ്റിലാരാ സി കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഓക്കെ നോക്കി പെട്ടെന്ന് കിട്ടുന്നില്ലേ. ഓക്കെ ഇനി ഒരു പോയിന്റ് കൂടി, ജി എവിടെ ഇരിക്കുന്നത് ബിയുടെ സെക്കൻഡ് റൈറ്റിൽ കേട്ടോ. അപ്പോൾ ബിയുടെ റൈറ്റ് എവിടെ എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് കേട്ടോ. അപ്പോൾ ജീനെ ഇവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ ഇനി ആരാ മിസ്സിംഗ് നോക്കിയേ ABCDEF, എഫിനെ വെച്ചില്ല കേട്ടോ. എഫ് ഇവിടെ. ഓക്കെ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കിയാൽ, ഹൂസ് ഇസ് എക്സാക്ട്ലി ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. അപ്പോൾ എഫ് ആൻഡ് ഡിയുടെ ഇടയ്ക്ക് ആരാ എക്സാക്ട്ലി ഇരിക്കുന്നത് എച്ച് കേട്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് വെക്കാം എച്ച് എന്ന് വെക്കാം കേട്ടോ. ഓക്കെ നമ്മൾ തിരിച്ചു നോക്കിയാലും ഇപ്പോൾ തിരിച്ച് നോക്കുവാണെങ്കിൽ നോക്കി ഇപ്പോൾ തിരിച്ച് നോക്കിയാൽ 3 ഓക്കെ എഫ് ആൻഡ് ഡി ഓക്കെ 3 ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കി ഇപ്പോൾ തിരിച്ചു ആവാമല്ലോ അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ എക്സാക്ട്ലി എച്ച് തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് ബി ആന്ന് പറയും, പക്ഷേ ബി ഓപ്ഷനിലില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവരുദ്ദേശിച്ചേക്കുന്ന മിഡിൽ പേഴ്സൺ എച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൻസർ കറക്റ്റാണ്, സി ഓപ്ഷൻ ശരിയായിരിക്കും എച്ച്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 8 പേഴ്സൺസ് തന്നെ ഫേസിങ് ദ സെൻറ്റർ. ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഡയഗ്രാം ഒന്ന് വരച്ചേക്കാം അല്ലേ. ഫസ്റ്റ് ബേസിക് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഓക്കെ 8 പേര് ടോട്ടൽ അല്ലേ, 4 6 8 ഫേസിങ് ദ സെൻറ്റർ തന്നെ കേട്ടോ. എല്ലാവരെയും നമുക്ക് സെൻറ്റർ ഫേസ് ചെയ്യിപ്പിക്കാം. ഓക്കെ സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, എ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. ഓക്കെ അപ്പോൾ എ എവിടെ ഇരിക്കുന്നത് ഡിയുടെ തേർഡ് റൈറ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് 2 പേര് കേട്ടോ. ഓക്കെ പിന്നെ സി സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. സി എവിടെ ഇരിക്കുന്നത് എയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് കേട്ടോ. പിന്നെ എഫ് ഇസ് ബിറ്റ്വീൻ ജി ആൻഡ് എച്ച്. എഫ് എവിടെയാ ജി ആൻഡ് എച്ചിൻ്റെ നടുക്കായിരിക്കും. ഓക്കെ അടുത്ത പോയിന്റ് എന്താ, ബി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. സോ ബി എവിടെ ഇരിക്കുന്നത് ഇയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് കേട്ടോ. ബിയുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേര്, ഒരാൾ കേട്ടോ. ഓക്കെ അടുത്തത് എച്ച് ഇസ് നോട്ട് ആൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് എ. എച്ച് എയുടെ ഇമീഡിയറ്റ് നെയ്ബർ ആണോ അല്ല. ഓക്കെ ഇത്രയും പോയിന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ഇത്രയും കാര്യങ്ങളില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ ഞാൻ ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യും, കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഡി വെച്ച് ഞാൻ തുടങ്ങുക. അപ്പോൾ ഡിയുടെ എവിടെയാ തേർഡ് റൈറ്റിലാണ്. ഇപ്പോൾ ഡിയുടെ റൈറ്റ് എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിനെ എവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി എയുടെ റെസ്പെക്ട് നോക്കി, എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് സി. എയുടെ ലെഫ്റ്റ് എങ്ങോട്ടാ ക്ലോക്ക് വൈസ്. അപ്പോൾ സീനെ ഇവിടെ വെക്കും കേട്ടോ. ഈ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. അടുത്ത നോക്കി ഇവരുടെ റെസ്പെക്റ്റിൽ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ, ഡി സി എ വെച്ച് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ എച്ചും എയും അടുപ്പിച്ച് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എച്ച് ഇവിടെ വരികയില്ലെന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ എച്ച് ഇവിടെ എയുടെ അടുത്ത് വരികയില്ല. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ചാൻസ് എടുത്ത് നോക്കാം. ഞാനിവിടെ ജി വെച്ചിട്ട് എഫ് അല്ല നടുക്ക്, എന്നിട്ട് എച്ച് ഇവിടെ വെക്കുമെന്ന് വെച്ചു. ജസ്റ്റ് ഒരു ചാൻസ് എടുത്ത് നോക്കാം, ഇതാണോ എന്ന് ഉറപ്പില്ല, നോക്കാം നമുക്ക്. ഓക്കെ ഇനി നമുക്ക് ഈ പോയിന്റ് എടുക്കാം. ദാറ്റ് ഈസ് ബി എവിടെ ഇരിക്കുന്നത് ഇയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ കേട്ടോ. സോ ഇയുടെ സെക്കൻഡ് ലെഫ്റ്റ് ഓക്കെ. അപ്പോൾ ഇതിനെ എവിടെ വെച്ചാൽ മതി, ഇയുടെ സെക്കൻഡ് ലെഫ്റ്റ് അപ്പോൾ എവിടെയാ കേട്ടോ. ഓക്കെ അപ്പോൾ കണ്ടീഷൻസ് എല്ലാം ഓക്കെ അല്ലേ. എച്ചും എയും അടുപ്പിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് നമ്മൾ കണ്ടീഷൻ ചെയ്തു. ജി ആൻഡ് എച്ചിൻ്റെ ഇടയ്ക്ക് എഫ് വന്നു അല്ലേ. ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം എന്താ ഇവിടെ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്. അപ്പോൾ നോക്കിയാൽ എഫിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണ്, എഫിൻ്റെ റൈറ്റ് നോക്കിയാൽ എഫിൻ്റെ റൈറ്റ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും, ബി കേട്ടോ. ഓക്കെ അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം. ബി ഓപ്ഷനിലുണ്ട്. സോ ആൻസർ ചെയ്ത ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. സോ നമ്മൾ നമ്മുടെ സെഷനിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ SSC എക്സാംസിന് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ അപ്പോൾ സ്റ്റുഡൻസ് ഇതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് പുതിയ ടോപ്പിക്സുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.